ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോണിന് വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും അനുസരിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അവന് ഞാൻ പൗരോഹിത്യം നൽകും. പണ്ഡിതന്മാരെക്കാൾ ഭക്തിയും ജീവിത മാതൃകയുമുള്ള വൈദികരെയാണ് സഭയ്ക്ക് ആവശ്യം. അന്നും ഇന്നും എന്നും പൗരോഹിത്യ പദവിയുടെ യോഗ്യതയും ദൈവജനം പുരോഹിതരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് അന്ന് മെത്രാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആഴമായ അറിവും ശക്തമായ കഴിവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത വൈദികരെ കൊണ്ട് ദൈവം എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരോടും ക്രൈസ്തവ സഭാ വിശ്വാസ സമൂഹത്തോടും പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ ഇന്ന് ഓർമ്മിച്ചു വയ്ക്കേണ്ടതാണ്. വൈദികൻ എത്ര മഹോന്നതൻ! സ്വർഗത്തിൽ മാത്രമേ അവൻ്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. ഈ ലോകത്തിൽ വെച്ച് അത് പൂർണ്ണമായും ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ദൈവസ്നേഹ പാരമ്യത്താൽ തൽക്ഷണം പുരോഹിതൻ മരിച്ചു വീഴുമായിരുന്നു. പുരോഹിതനും ദൈവജനവും ദൈവവും പരിപൂർണമായും ഒന്നുചേരുന്ന വിശുദ്ധ കുർബാന എന്ന മഹോന്നതമായ ബലിയിലൂടെ തൻ്റെ പൗരോഹിത്യത്തെ ജീവിതത്തെ സമന്വയിപ്പിച്ച് സമർപ്പിച്ച് ബലിയർപ്പിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരുടെ പ്രത്യേക മധ്യസ്ഥനായി മാറി. ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾക്കിടയിലാണ് ജോൺ മരിയ വിയാനി കടന്നു വരുന്നത്. വൈദികരുടെ തന്നെ എതിർസാക്ഷ്യങ്ങളും അവരുടെ നിഷ്കളങ്കതയും അധ്വാനശീലവും പ്രാർത്ഥനാ ചൈതന്യമില്ലാത്ത ജീവിതവും ഭരണകൂടത്തിൻ്റെ എതിർപ്പുകളും പീഡനങ്ങളും ഒരുപോലെ തകർത്ത് കളഞ്ഞ പുരോഹിതൻ്റെ സ്ഥാനമാണ് ജോൺ മരിയ വിയാനി വീണ്ടെടുത്തത്. പ്രാർത്ഥിക്കുവാൻ മനസ്സിലാത്തവർക്ക് വേണ്ടി അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പരിഹാരം ചെയ്യാൻ മടി കാണിച്ചവർക്ക് വേണ്ടി അദ്ദേഹം തന്നെ പരിഹാരം ചെയ്തു. ജനങ്ങളുടെ വേദനയും യാതനയും സ്വന്തമാക്കി മാറ്റി. ജോൺ മരിയ വിയാനിയുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ജീവിത മാതൃകയും വഴി ആഴ്സിലെ ജനങ്ങളും അവരുടെ മദ്യപാനാസക്തി, വിശ്വാസച്യുതി, വിഷയാസക്തി, ചൂതാട്ടങ്ങൾ, മറ്റ് എല്ലാ തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അവർ പിൻവാങ്ങി മാനസാന്തരപ്പെട്ട് ജീവിത നവീകരണം വരുത്തി വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ തുടങ്ങി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ജീവിതവും പ്രവർത്തനങ്ങളും ആരംഭിച്ചാലുള്ള ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ആഴ്സിലെ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ കുർബാനയിൽ നിത്യേന പങ്കെടുക്കുവാൻ അവരെ അദ്ദേഹം പരിശീലിപ്പിച്ചു. ആഴ്സ് എന്ന ഇടവക ദിവ്യകാരുണ്യ സമൂഹമായി മാറിയപ്പോൾ ജോൺ വിയാനിയിൽ വിളങ്ങിയിരുന്ന വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും ആഴ്സിൻ്റെ മുഖമുദ്രയായി മാറി. പിൽക്കാലത്ത് ആഗോള കത്തോലിക്ക സഭയിൽ അത് വലിയ മാതൃകയായി മാറുകയും ചെയ്തു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ജോൺ വിയാനി പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലെ എല്ലാ നന്മ പ്രവൃത്തികളും ഒന്നിച്ചെടുത്താലും ഒരൊറ്റ കുർബാനയ്ക്കുള്ള വില അതിനില്ല. അതെല്ലാം മാനുഷിക പ്രവൃത്തികളാണ്. വിശുദ്ധ കുർബാനയാകട്ടെ ദൈവത്തിൻ്റെ കരവേലയും നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ പ്രചോദനവും ശക്തിയും നൽകുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ്. കുമ്പസാരക്കുട്ടിലെ രക്തസാക്ഷി എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജോൺ മരിയ വിയാനിയെ വിശേഷിപ്പിക്കുന്നത്. ദിവസേന 18 മണിക്കൂറോളം കുമ്പസാരിപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും സ്നേഹവും പകരുന്ന ഒരു ഉപകരണമാക്കി അദ്ദേഹത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി. പുരോഹിതൻ്റെ എല്ലാ പ്രവൃത്തികളും സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ മനുഷ്യരെ സഹായിക്കേണ്ടതാണ് എന്ന ഉറച്ച ബോധ്യം ജോൺ വിയാനിക്ക് എന്നും ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ ആഴ്സ് എന്ന ഗ്രാമത്തിൽ വാഹനമിറങ്ങി ഇടവക ദേവാലയത്തിലേക്കുള്ള വഴി ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ വഴി ഞാൻ പറഞ്ഞു തന്നാൽ എന്ത് തരുമെന്നാണ് കുട്ടി തിരിച്ചു ചോദിക്കുന്നത്. അതിന് ജോൺ വിയാനി കൊടുത്ത ഉത്തരം വൈദികർക്ക് എക്കാലത്തേക്കുമുള്ള വലിയ മാർഗരേഖയായി: ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരും. വിശുദ്ധ ജോൺ മരിയ വിയാനി ജീവിച്ച് കടന്നുപോയ അതേ അവസ്ഥയാണ് ലോകമെമ്പാടും വൈദികർ ഇന്ന് അനുഭവിക്കുന്നത്. എങ്കിലും വിശുദ്ധിയും വിനയവും വിശ്വസ്തതയുമുള്ള വൈദികരെ ഇന്നും ദൈവജനത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചെറുതായി തിരുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ വളർച്ചയാണ് ജോൺ മരിയ വിയാനി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഫ്രാൻസിൽ വിശ്വാസ ജീവിതവും ആത്മീയ ചൈതന്യവും കുറഞ്ഞപ്പോൾ, വിശ്വാസ തീക്ഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചപ്പോൾ, അലസതയും ദുർമാർഗ ജീവിതവും വർദ്ധിച്ചപ്പോൾ, തർക്കങ്ങളും കലഹങ്ങളും വിദ്വേഷവും നാട്ടിൽ പെരുകിയപ്പോൾ യേശു പറഞ്ഞ പരിഹാരമാർഗം മാത്രമാണ് മരിയ വിയാനി സ്വീകരിച്ചത്. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം വിട്ടുപോവുകയില്ല. 2 മണിക്കൂർ മാത്രം ഉറങ്ങി മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും വെള്ളവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ജോൺ മരിയ വിയാനിയുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ
ബെയിലിയച്ചൻ നൽകിയ മുള്ളുകൊണ്ടുള്ള അരഞ്ഞാണം ധരിച്ച് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി മൗനമായി രഹസ്യമായി പ്രായശ്ചിത്തം ചെയ്തു. അവസാനം ദൈവം പറഞ്ഞു, നീ എൻ്റെ സഹനത്തിൽ പങ്കാളിയാകുന്നു, എൻ്റെ മഹത്വം നീ കാണും. അറിവോ കഴിവോ ജ്ഞാനമോ ഇല്ലാതിരുന്ന, ആരും വലിയ വില കൽപ്പിക്കാതിരുന്ന ഒരു സാധാരണ പുരോഹിതൻ്റെ അധരങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ജ്ഞാനം കവിഞ്ഞൊഴുകി അനേകാര്യങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തിച്ചു. ദൈവത്തോടു കൂടെയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർ തിരിച്ചറിഞ്ഞു. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് നയിക്കേണ്ടതെന്ന ബോധ്യം സാധാരണ വിശ്വാസികളിൽ അദ്ദേഹം നിറച്ചു. പരിശുദ്ധ അമ്മയുടെ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട്, അമ്മേ, ആത്മാക്കളുടെ രക്ഷയ്ക്കും മാനസാന്തരത്തിനുമായി ഞാൻ പ്രത്യേകമായി അമ്മയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു വന്ന നിരാശയും ഒറ്റപ്പെട്ടു പോയി എന്ന വിഷാദവും വല്ലാതെ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, വലിയ ജലപ്രളയം, ഉരുൾപൊട്ടൽ, മലയിടിച്ചിൽ തുടങ്ങിയവ വഴി നൂറുകണക്കിന് സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നമ്മുടെ നാട് വിറങ്ങലിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്നറിയാതെ സ്വന്തക്കാരും ബന്ധുക്കളും നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയിൽ ദുഃഖിച്ച് കഴിയുന്ന ജനങ്ങൾക്ക് ആഴമായ സമാശ്വാസവും ശക്തിയും പകരുവാൻ നമുക്കൊരു പരിധിവരെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയും ഉപസാരവും നൽകുന്ന വലിയ സമാശ്വാസം ക്രൈസ്തവ സമൂഹത്തിൽ ഉറപ്പിക്കുവാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കാം. നിരന്തരം അതിജീവിക്കുവാനും പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യുവാനുള്ള വലിയ കൃപ അദ്ദേഹം നമുക്ക് വാങ്ങിത്തരട്ടെ. പ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നിയന്ത്രണങ്ങളും സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കുവാനും ഇഷ്ടമുള്ള പല കാര്യങ്ങൾ മാറ്റിവെക്കുവാനും അങ്ങനെ നാടിനെയും നമ്മുടെ ജീവിതത്തെയൊക്കെ വിശദീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അവസാനം വരെ സഹിച്ചിരിക്കുവാനുള്ള വലിയ കൃപയും ശക്തിയും വിശുദ്ധ ജോൺ മരിയ വിയാനി നമുക്കെല്ലാവർക്കും യേശുവിൽ നിന്ന് വാങ്ങിത്തരട്ടെ. ആമേൻ.